ഏതോ ഇതിൻ്റെ ട്രാൻസ്പ്ലാന്റ് ചെയ്ത തല വരെ പോയി. എൻ്റെ പൊന്നെ ലാസ്റ്റ് പ്ലാസ്റ്റിക് സർജറി ചെയ്യേണ്ടത് ഏതോ 2 വഴിയുണ്ട്, ഇങ്ങോട്ടുണ്ട് അങ്ങോട്ടുണ്ട്. ഇതിൽ ഏത് വഴിയാണ് ഞാൻ വന്നത് എനിക്കൊരു ഐഡിയ ഇല്ല. മൊഞ്ചാണല്ലോ, നല്ല പാങ്ങുണ്ടല്ലടാ. അതിലേക്ക് ഇടുന്നു. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മുർഷീസ് മിറാക്കിൾ. അപ്പോൾ ഇന്ന് വെറുതെ അങ്ങനെ കുത്തിറക്കിയിരുന്നു. അതിൻ്റെ ഇടയിൽ ചങ്ങായി വിളിച്ചിട്ടുണ്ടായിരുന്നു. ഓനെന്താ കാസർഗോഡേക്ക് കൊടുക്കാൻ പോകണ്ടായിരുന്നു. അപ്പോൾ ഓനെ റെയിൽവേ സ്റ്റേഷനിൽ വരെ ആക്കി കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് വ്ളോഗ് എടുക്കാമെന്നാണ് വിചാരിച്ചു. അപ്പം രാവിലെ തന്നെ ഞാൻ ഓനോട് ചോദിച്ചു ഊട്ട അയച്ചു. ഞാൻ പറഞ്ഞു പെരയിലാണെന്ന് പറഞ്ഞു. കുടുങ്ങി. ഓനോട് പറഞ്ഞു എന്നൊന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് ആക്കി കൊടുക്കും. വേറെ മാർഗമില്ല, ചങ്ങായിമാരല്ലേ. അപ്പോൾ ഓനോട് കൊണ്ടുപോയാണ്ട് തട്ടിക്കാണ്ട് വരാം. ഓക്കെ, ചെക്കനെ കാണിച്ചു തരാം. അപ്പോൾ നമ്മളെ ചെറുക്കനെടുക്കാൻ വേണ്ടി നമ്മളെ ധൂമജാലെടുത്ത് കണ്ടാണ് പോകുന്നത്. ധൂമ് ചെക്കപ്പരും ഓനെ മിക്കവാറും പായിപ്പിച്ചിട്ടുണ്ട്. ഹെൽമെറ്റൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ ഓൻ്റെ തലയിൽ ഏതോ ഒരു ഹെൽമെറ്റ് ഉണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഭാര്യച്ച് കൊണ്ടുവരേണ്ടി വരും. ഇങ്ങോട്ട് വാടാ. എന്തല്ലടാ ഹെൽമെറ്റ് ആണ്ടാ. എന്നെ കാണാൻ നല്ല പാങ്ങുണ്ടല്ലടാ. എന്നെ കാണാൻ നല്ല പാങ്ങനല്ലടാ. ഹെൽമെറ്റ് ആണ്ടാ. ഒഴിവാക്കിയാ നമുക്ക് ഈ ആടി കൂടെ കൂടുതലും പോകാം. ആൾറെഡി ഒരു ഫൈൻ ഉണ്ട്. മറ്റേ ആവും ഞാൻ ഭാര്യ വെച്ച് കൊണ്ടുവരണ്ടേ. ഹെൽമെറ്റ് ആണാനും കൊടുത്ത് വിട്ടിട്ടുണ്ട്. ഹെൽമെറ്റ് എടാ നിങ്ങൾക്ക് കാണാൻ നല്ല മൊഞ്ചാണല്ലോ, നല്ല പാങ്ങുണ്ടല്ലടാ. എന്നായിക്കോട്ടെ. ചേക്കെ കാസർഗോഡ് പോകണം. കാസർഗോഡ് എവിടെയാണ്? ചട്ടഞ്ചാലോ പോല. ചെക്കനതാ പാഞ്ഞിപ്പോണേ. ഇവിടെ കാണില്ലല്ലോ. അതാ പോകും ട്രെയിൻ. ഇവിടെ എത്തിയും ലേറ്റ് ആയിക്കണേ. മരണപ്പാച്ചിലാണ് പോകുന്നത്. അവൻ്റെ പൊന്നാരെ വേറെ കോമഡി ഉണ്ട്. ഏതോ ഭാഗ്യത്തിന് കഴിച്ചില്ലേതാ വണ്ടിപ്പോൾ ഇങ്ങനെ പോയി. ഞാൻ അവനോട് ഹെൽമെറ്റ് എടുക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പോവുകയാണ്. പോണടിയിൽ പെട്ടെന്ന് ഈ റോട്ട് വന്ന് തന്നെ നേരെ മുമ്പിൽ ഒരു തേങ്ങണ്ട് മൂന്നണ്ടി. ഞാൻ ഒന്ന് ആക്സിലേറ്റർ ഒന്ന് ചെറുതായിട്ടൊന്ന് ഡൗൺ ആക്കിയതും നേരെ മുമ്പിൽ പിച്ച് ചെയ്താണ് ഇങ്ങനെ പാസ് ചെയ്യാനായിട്ട്. ഇതിൽ കൂടെ ഇങ്ങനെ പാസ് ചെയ്യാനായിട്ട് ഏതോ ഭാഗ്യത്തിന് കഴിച്ചില്ലായതാണ്. ആ ആക്സിലേറ്റർ ഞാൻ കുറച്ചിട്ടില്ലാണ്ട് നേരെ തലയ്ക്ക് കയറി ഇന്ത്യ വണ്ടി. അതായത് നേരെ തേങ്ങ ഇവിടെ കൊണ്ട് പിച്ച് ചെയ്ത് കണ്ട് ഇങ്ങനെയാണ് വരുന്നുണ്ട്. അതെങ്ങാനും ഞാൻ സ്ലോ ആക്കിയിട്ടില്ലാണ്ട് ഒരേ സ്പോണിൽ ട്രെയിൻ മിസ്സാണ്ട് പറഞ്ഞിട്ട് ഒരേ സ്പീഡിൽ പോകുന്നതാണ്, ഭയങ്കര സ്പീഡിൽ. അപ്പോൾ സംഗതി ട്രെയിൻ മിസ്സാണ്ട് പറഞ്ഞിട്ട് ഭയങ്കര സ്പീഡിൽ പോകുന്ന വേമ്പിട് ട്രെയിനോടെ എത്തിക്കണേ പറഞ്ഞിട്ട്. അപ്പോൾ പോകുന്നത് നേരെ തേങ്ങ അണ്ട് പിച്ച് ചെയ്ത് ഇവിടെ പിച്ച് ചെയ്ത് കണ്ട് ഇങ്ങനെ വരുന്നുണ്ട്. ഏതോ ഭാഗ്യത്തിൽ ഇതിൽ കൂടെ കഴിച്ചില്ലായി. ഞാനപ്പോൾ അവിടെ വെറുതെ ഒന്ന് ആക്സിലേറ്റർ അന്ന് ഗട്ടുണ്ടായിരുന്നു, അന്ന് സ്ലോ ആക്കിയാണ്ട് ആക്സിലേറ്റർ കൊടുക്കാനാണ് നിൽക്കണത്. അതിലാണ് മൂണത്. ഏതോ ഭാഗ്യത്തിന് കഴിച്ചില്ലേ മക്കളെ. ഏതോ ഭാഗ്യത്തിന് കഴിച്ചത് ഇങ്ങനെ പാസ് ചെയ്യും. ഏതോ ലക്ക് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അവൻ പറയണത് തെങ്ങ് ചതിക്കൂല എന്ന് പറഞ്ഞ് കേട്ടിക്കണേ. തെങ്ങ് ചതിക്കൂലായിട്ട് ഏതോ ഭാഗ്യം ഇതിൻ്റെ ട്രാൻസ്പ്ലാന്റ് ചെയ്ത തല വരെ പോയി. എൻ്റെ പൊന്നെ ലാസ്റ്റ് പ്ലാസ്റ്റിക് സർജറി ചെയ്യേണ്ടത് ഏതോ ഭാഗ്യത്തിന്. അൽഹംദുലില്ലാ ഹൈർ കഴിച്ചിലായി. ഒരു മുട്ടൻ തേങ്ങ ഒരനക്കും കൂടി പേച്ചിക്കാണ്ട് നേരെ തലയിൽ ഓൻ്റെ തലയിലുണ്ടാവും. ഞാൻ അതൊന്നും ഡൗൺ ആക്കിയിട്ടില്ലാന്നുണ്ട്. പിന്നെ വേറൊരു കോമഡി, ഈ റൂട്ടിൽ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. അവിടെ 2 വഴിയുണ്ട്, ഇങ്ങോട്ടുണ്ട് അങ്ങോട്ടുണ്ട്. ഇതിൽ ഏത് വഴിയാണ് ഞാൻ വന്നത് എനിക്കൊരു ഐഡിയ ഇല്ല. ഏതായാലും ഏതെങ്കിലും റൂട്ട് കൂടെ പോയാകട്ടെ, ഇവിടെ എത്തുമെന്നാവും. നമ്മൾ വെറൈറ്റി ആയിട്ട് എന്തോ ഒരു സാധനം ഉണ്ടാക്കാൻ പോകുന്നത്. ആ സാധനത്തിൻ്റെ പേരൊന്നും അറിയില്ല. ഒരു വെറൈറ്റി സാധനം കോഴിമുട്ട എടുത്ത് കണ്ട് ഒരു വെറൈറ്റി ആയിട്ട് സാധനം ഉണ്ടാക്കാൻ പോകുന്നു. ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കണ്ടോളി, ഉണ്ടാക്കുന്നതും കണ്ടോളി. അതിന് മുമ്പായിട്ട് ആരും എന്താ അതെന്ന് ചോദിച്ചാണ് ഇങ്ങോട്ട് വരരുത്. മനസ്സിലായി സാറേ. കുറേ കാലമായി യൂസ് ചെയ്തിട്ട് ഈ പണ്ട അതിനുള്ളിലുള്ള എട്ടുകാലിയും മറ്റുള്ള മൃഗങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ മട്ടെന്നറിയില്ല. നമ്മൾ ഫസ്റ്റ് ആയിട്ട് ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മളിപ്പോൾ അതിൻ്റെ കൂടെ 2 ബർഗറും കുറച്ച് സാധനങ്ങൾ ഓർഡർ ആക്കിയിട്ടുണ്ട്. ബർഗറും പിന്നെ ബർഗർ ഷവായ കാര്യങ്ങളൊക്കെ ഓർഡർ ആക്കിയിട്ടുണ്ട്. ഇത് കുളയിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് തിന്നുകൊണ്ട് വിശപ്പടക്കാലോ എന്ന് കരുതിയിട്ട് ഓർഡർ ആക്കിയതാണ്. അപ്പോൾ അത് വരാൻ കുറച്ച് ടൈം എടുക്കും. ഇതിൻ്റെ മട്ടെത്താൻ നോക്കുക. ആദ്യം ഇത് തിന്നിട്ട് മട്ടൻ പറഞ്ഞത്. ഈ വിഭവം തയ്യാറാക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ 12 കോയിൻ്റെ മുട്ട, ഒരു തക്കാളി,
ഒരു ഉള്ളി ഹാഫ് ചെത്തിയത്, അല്ലെങ്കിൽ ഫുള്ളുണ്ടായാലും കുഴപ്പമൊന്നുമില്ല. ഒരു മുളക്, ഒരു കത്തി, ഒരു കട്ടിംഗ് ബോർഡൊക്കെ ആകെ കോലം കെട്ടിക്കണേ, തൽക്കാലം എടുത്തതാണ്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഒരു എയർ ഫ്രയർ. പിന്നെ ഇത് ഒരു ബട്ടർ പേപ്പർ ഉണ്ടാക്കണം കേട്ടോ. ഒരു ബട്ടർ പേപ്പർ എടുത്തിട്ട്, ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കേസാണ്, എന്നാലും ഞാൻ പറഞ്ഞുതരാം. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു പേപ്പർ എടുത്തിട്ട് പേപ്പറിന്മേൽ 2 സൈഡിലും ഓയിൽ പുരട്ടിയിട്ട് ബട്ടർ പേപ്പർ മാതിരി ആക്കി വെക്കുക. കാരണം ഒട്ടാതെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പണി ചെയ്യുന്നത്. ഇതൊക്കെ നിങ്ങളൊക്കെ എക്സ്പെർട്ടഡ് ആണ്, എന്നാലും ഞാൻ പറയാണ്. ബട്ടർ പേപ്പർ ഉണ്ടാക്കാനായി ബട്ടർ പേപ്പർ ഉണ്ടാക്കാൻ സാധനം ബട്ടർ പേപ്പർ വാങ്ങാൻ കിട്ടും. നമ്മളിപ്പോൾ ചെയ്യണം എന്താ വെച്ചാൽ ഞാനിപ്പോൾ ചെയ്യാൻ പോകണം എന്താ വെച്ചാൽ 5 നോട്ട് ബുക്ക് ഉണ്ട്. കണ്ടാലും എന്നെ കൊല്ലും, ഇമ്മ കണ്ടാലും കൊല്ലും. ഇതിൽ നിന്ന് നടുപ്പ് പേജ് നോക്കിയിട്ട് പറിക്കുക, എന്നിട്ട് ടൈമിൽ എണ്ണ തേക്കുക. ഓക്കെ, എന്നിട്ട് ഇതേമാതിരി ഇങ്ങോട്ട് ആക്കിയെടുക്കുക ബട്ടർ പേപ്പർ. ഓക്കെ, ഇതേമാതിരി. ആകെ സീന് ഗെയ്സ്. നടുപ്പ് പേജ് എടുക്കാൻ നോക്കിയപ്പോൾ കിട്ടണില്ല. നടുപ്പ് പേജ് ഇപ്പുറത്തെ പേജ് വരെ എഴുതിയിരിക്കണ്. ഇത് പറിച്ചാൻ നോക്കുമ്പോഴാണ് കാണും ഇവിടെ എഴുതിയത്. ഏതായാലും ഈ നോട്ടിക്ക് ഞാൻ വെറുതെ വിടുന്നു, അടുത്ത നോട്ടിക്കിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ എടുക്കുന്നത് തക്കാളി നടു കീറിയിട്ട്, തക്കാളി ഞാൻ അങ്ങനത്തെ പണിയൊന്നും എടുക്കലില്ല, എന്നാലും ജസ്റ്റ് ചെയ്ത് നോക്കുക, വീഡിയോക്ക് വേണ്ടി ചെയ്ത് നോക്കുകയാണ്. എന്നിട്ട് കട്ടയിൽ ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ കട്ടയിൽ തക്കാളിയാണ് നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നത്. തക്കാളി ഇങ്ങനെ തന്നെ കട്ട് ചെയ്യുക, എനിക്കറിയില്ല, കറിണ മാതിരി ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് ഇത് തുർത്തി പോകണം. ശേഷം നമ്മൾ ഉള്ളി എടുക്കുന്നു. പിന്നെ ഒരു മുളക് ഇട്ടിടുന്നേ. മുളക് ഇങ്ങനെ നടു കീറിയിട്ട് 1, 2, നല്ല എരിവുള്ള മുളകാണ്, അപ്പോൾ അതിനനുസരിച്ച് ഇടുന്നുള്ളൂ. ഇതുണ്ട് നേരായിക്ക് പൊട്ടാൻ പോകുന്നത്. എന്ന് നമ്മൾ രണ്ടാമത് ചെയ്യാൻ പോകുന്നത് കോഴിമുട്ട എടുത്തുകൊണ്ട് എന്താക്കുന്നു. അതിന് മുമ്പായിട്ട് നമുക്ക് ഇത് സജ്ജീകരണം ചെയ്യാനുണ്ട്. നമ്മൾ എയർ ഫ്രയറിൻ്റെ ഈ ബട്ടർ പേപ്പർ ഇങ്ങനെ വെച്ചുകൊണ്ട് ഇത് ബട്ടർ പേപ്പർ ഇങ്ങനെ വെക്കുന്ന ഇതിങ്ങനെ സെറ്റാക്കി കൊടുക്കുകയാണ് നമ്മൾ ചെയ്യണേ. കണ്ടില്ലേ, ഇങ്ങനെ ആക്കി കൊടുക്കുന്നു. കോഴിമുട്ട പൊട്ടിക്കുന്നു, ഇതിലേക്ക് ഒഴിക്കുന്നു. ഇതിങ്ങനെ തന്നെ ഡയറക്റ്റ് ഇട്ട് കൊടുക്കില്ല കേട്ടോ, ഇളക്കൊന്നുമില്ല. നിങ്ങൾ പെണ്ണുങ്ങൾക്കൊന്നും അറിയാത്ത പരിപാടിയാണ്. ഡയറക്റ്റ് പൊട്ടിക്കുന്നു, അതിലേക്ക് പാരുന്നു, വീണ്ടും ഡയറക്റ്റ് പൊട്ടിക്കുന്നു, അതിലേക്ക് ഇടുന്നു, ഇതിലേക്ക് ആക്കുന്നു. അതിനിടയിൽ നമ്മൾ എന്ത് ചെയ്യണോ, ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുത്തിട്ട് കുറച്ച് അവിടെ ഇവിടെയൊക്കെ ആക്കിയിട്ട് ഇങ്ങനെ ചെയ്ത് വെക്കുക. ബാക്കിയുള്ള കോഴിമുട്ടയും കൂടി പൊട്ടിച്ചുകൊണ്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതാണ് ഇപ്പോൾ ഇതിൻ്റെ ഒരു ഫൈനൽ ഔട്ട്ലുക്ക് എന്ന് പറഞ്ഞാൽ. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് കുരുമുളക് പൗഡറും കുറച്ച് ഉപ്പും ഇടുന്നു. പെപ്പർ പൗഡർ എടുത്തുകൊണ്ട് ഇതിലേക്ക് കുറച്ച് വിതറി കൊടുക്കണം. ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് എടുത്തിട്ട് ഇതിലേക്ക് വിതറുക. നമ്മൾ സംഗതി ഒരു വിധം റെഡിയാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത് നേരെ എയർ ഫ്രയർക്ക് വെക്കാൻ പോകുന്നു. ടെമ്പറേച്ചർ നമ്മൾ 200 ഇട്ട് കൊടുത്തിട്ടുണ്ട്. ടൈമർ 15 മിനിറ്റും ആക്കി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ടെമ്പറേച്ചറും 15 മിനിറ്റ് ടൈമും ആക്കി വെച്ചിട്ടുണ്ട്. ഈ 15 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതിൽ നിന്ന് സൈറൻ മുഴങ്ങും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, അപ്പോൾ കേസ് നമ്മൾ സാധനം ഓർഡർ എത്തിയിട്ടുണ്ട്. ഓർഡർ വാങ്ങിയിട്ട് തരാം. രാവിലെ വിളിച്ചില്ലായിരുന്നു നമ്പർ 151. അതൊന്ന് പറഞ്ഞു തരാൻ പറ്റുമോ? ആയിക്കോട്ടെ, നോക്കി ചെക്ക് ചെയ്യാം.
അപ്പോൾ കേസ് നമ്മൾ ഓർഡർ ചെയ്ത സാധനം എത്തിയിട്ടുണ്ട്. അങ്ങനെ ഇതിൽ നിന്ന് വിസിൽ വന്നിട്ടുണ്ട്, അലാറം വന്നിട്ടുണ്ട്. അപ്പോൾ എടുത്തു നോക്കുകയാണ്. മട്ടൻ നോക്കട്ടെ. മോനെ പൊളി പൊളി. നമ്മൾ ഇതേക്ക് കൊട്ടാൻ പോവാണ്. ഇതാണ് ഇതിൻ്റെ കോലം. കിട്ടണില്ലല്ലോ. അപ്പോൾ നമ്മൾ ഇതേക്ക് കൊട്ടാൻ പോവാണ്. ഇതാണ് അവസ്ഥ. ഇനി പേപ്പർ ഇങ്ങോട്ട് ഊരണം. പേപ്പറും ഇതൊക്കെ ഒന്നായിക്കണേ. പേപ്പറോടൊക്കെ തിന്നാം. ഇനി അപ്പോൾ നമ്മളെ വിഭവം റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് കട്ട് ചെയ്യണ പ്രോസസ്സാണ് നടക്കാൻ പോണത്. ഏതായാലും തിന്നുകാണ്ട് വരാം. പിന്നെ ഫുഡ് ഉണ്ടാക്കിയത് കുളമായിട്ടൊന്നുമില്ല, സംഗതി സെറ്റ് തന്നെയാണ്. പക്ഷേ ചെറിയൊരു ഉണ്ടാക്കിയെടുത്തുള്ളൊരു പെശക. അതായത് ഞാൻ ഒരിട്ട് ഉണ്ടാക്കിയത് ബട്ടർ പേപ്പർ ആദ്യം വെച്ചിന്. ഒരിട്ട് ഉണ്ടാക്കിയത് അതിൽ ഇതേമാതിരി ബട്ടർ പേപ്പർ രണ്ടും കൂടി മെൽറ്റ് ആയിക്കാണ്ട് ഒരുമിച്ച് ആയിക്കാണ്ട് തിന്നാൻ കഴിയാത്ത കുളത്തിലതിന് രണ്ടും കൂടി ഒരു ബട്ടർ പേപ്പർ അതിൻ്റെ കൂടെ അലിഞ്ഞാണ്ട്. അപ്പോൾ രണ്ടാമത് ഞാൻ ഉണ്ടാക്കിയതിന് ബട്ടർ പേപ്പറിന് പകരം അവിടെ ഓയിൽ പരച്ചിക്കണ്ട് എയർ ഫ്രയറിൽ. അത് സാധനം സെറ്റ് ചെയ്യുന്നു. പക്ഷേ അത് ഞാൻ മറന്നാലും പിന്നെ ഞാൻ ബട്ടർ പേപ്പർ വെച്ചാണ് അപ്പോൾ ഉണ്ടാക്കിയത്. ഇതും അതേമാതിരി മെൽറ്റ് ആയിക്കാണ്ട് ബട്ടർ പേപ്പറും എഗ്ഗും കൂടി ഉണ്ടാക്കിയ സാധനം കൂടി ഒരുമിച്ച് ആയിക്കാണ്ട് മിക്സ് ആയിക്കണ്. അപ്പോൾ തിന്നാൻ കഴിയില്ല. തിന്നാൻ കുഴപ്പമൊന്നുമില്ല. മുകളിലത്തെ ഭാഗം ഞൗണ്ടി തിന്നാം. മുകളിലത്തെ ഭാഗം അടിഭാഗത്താണ് ബട്ടർ പേപ്പർ പറ്റി പിടിച്ചിരുന്നത്. അപ്പോൾ ഒന്നെങ്കിൽ അങ്ങനെ തിന്നാം. ഞാൻ അതല്ലാന്നുണ്ടെങ്കിൽ ഒന്നായിട്ട് ചമച്ച് തിന്നാം. ബാക്കിയുള്ള വരുന്ന അപ്പോൾ ബട്ടർ പേപ്പർ തൊള്ളയിൽ കുടുങ്ങുമല്ലോ, അത് ചമച്ച് തുപ്പിയാലും മതി. ഏതാണെന്നുണ്ടെങ്കിലും ഞാൻ വേറെയും ഫുഡും കാര്യങ്ങളൊക്കെ ഓർഡർ ആക്കിയാണ്. അതും കൂടി അതും ആ സാധനം പെരയ്ക്ക് ഡെലിവറി ആകലും ഇത് റെഡി ആകലും ഒപ്പമായതുകൊണ്ട് രണ്ടും ഒരുമിച്ച് തന്നെ. അപ്പോൾ അതുകൊണ്ട് സാധനം അന്നം മുടങ്ങാതെ അന്നം മുട്ടിയില്ല. ഇതുണ്ടായി. ഞങ്ങളുടെ ഇന്നത്തെ വിഭവം എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇത് ഉണ്ടാക്കി കുടുങ്ങി, പക്ഷേ കുഴപ്പമൊന്നുമില്ല. കൂടെ ഈ സാധനങ്ങൾ ഓർഡർ ചെയ്തേക്കണം. അപ്പോൾ ഇത് ഓർഡർ ചെയ്ത് വരുത്തിയതുകൊണ്ട് നന്നായി. ആ ചങ്ങായി ഇത് റെഡി ആകലും ആ ചങ്ങായി വിളിച്ച് പെരയ്ക്ക് സാധനം ഡെലിവറി ആകലോ രണ്ടും ഒപ്പം. അപ്പോൾ ഏതായാലും അന്നം മുട്ടിയിട്ടൊന്നുമില്ല. പിന്നെ ഇത് കുഴപ്പമൊന്നുമില്ല. സാധനം സെറ്റാണ് ഉണ്ടാക്കിയത്. പക്ഷേ ഇവിടെ നമ്മൾ ബട്ടർ പേപ്പർ വെച്ചതാണ് പാളി. ഞാൻ ഒരട്ടം ഉണ്ടാക്കി ബട്ടർ പേപ്പർ വെച്ചിക്കാണ്ട് പാളി. രണ്ടാമത് ഞാൻ ബട്ടർ പേപ്പർ ഒഴിവാക്കിയിട്ട് ഇവിടെ ഓയിൽ വരട്ടിക്കാണ്ട് സാധനം ഉണ്ടാക്കിന്. അത് സെറ്റ് ചെയ്യുന്നതാണ്. പക്ഷേ ഞാൻ ഇപ്പോൾ വീണ്ടും ഞാൻ 2-3 മാസത്തിന് ശേഷമാണ് പിന്നെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഉണ്ടാക്കിയപ്പോൾ എന്താ വെച്ചാൽ ഞാൻ ആ മറന്നുപോയി. ആ പറ്റിയ ഫാൾട്ട് മറന്നുപോയി. ഇപ്പോൾ അതേമാതിരി തന്നെ ബട്ടർ പേപ്പർ വെച്ചാണ് പിന്നെ ഉണ്ടാക്കി. അതായത് ബട്ടർ പേപ്പറും ചൂടായിക്കാണ്ട് ഇതിൻ്റെ കൂടെ മെൽറ്റ് ആയിക്കാണ്ട് ഇതിൻ്റെ കൂടെ പിടിച്ച് അതാണ് ഇപ്പോൾ പേച്ചു പോയത്. ഇപ്പോൾ തിന്നുമ്പോൾ അവസ്ഥ അതാണ്. ഈ വൈറ്റ് കാണുന്ന ബട്ടർ പേപ്പറാണ്. ബട്ടർ പേപ്പറും എഗ്ഗും കൂടിയും മിക്സ് ചെയ്യണം. അപ്പോൾ കുഴപ്പമൊന്നുമില്ല. മോൾ ഭാഗം ഇങ്ങനെ പിച്ച് ചീന്തിക്കാണ്ട് തിന്നാൽ മതി. ഞാൻ അടിയും മൊത്തം തിന്നണമെങ്കിലും കുഴപ്പമൊന്നുമില്ല. ചമച്ചിക്കാണ്ട് ബട്ടർ പേപ്പർ തുപ്പിക്കളഞ്ഞാൽ മതി. പിന്നെ ബർഗറും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഓർഡർ ചെയ്ത് നന്നായി. ബർഗർ, ഷവായ ബർഗർ, റുമാൽ റൊട്ടി, ഇതൊക്കെ ഇതിനെന്തോ പേരുണ്ടല്ലോ, കുബൂസ്, പിന്നെ അതിൻ്റെ ഉള്ള സ്കെച്ചപ്പ് സോസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഏതായാലും തിന്നുകാണ്ട് വരാം, മുതലാക്കട്ടെ. എന്നാൽ ശരി, ബൈ. അപ്പോൾ ഏതായാലും ഫുഡ് കഴിച്ചിട്ട് വരാം. ബൈ. ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ബൈ.